പോൾസ് മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. 1993 മഹാരാഷ്ട്ര സെന്റ് ജോൺസ് സെമിനാരിയിൽ നിന്ന് ഫിലോസഫി, 1997 ഭോപ്പാലിൽ നിന്ന് തിയോളജി എന്നിവയും 1996-97 കാലഘട്ടത്തിൽ അകൽപൂർ സെന്റ് പോൾസ് മൈനർ സെമിനാരി, നിർമ്മലമാത ദേവാലയ എന്നിവിടങ്ങളിൽ റീജൻസി കാലവും പൂർത്തിയാക്കി. തുടർന്ന് 2001 ഏപ്രിൽ 26 ഇടുക്കി രൂപത ചുരുളി സെന്റ് തോമസ് കൊറോന ദേവാലയത്തിൽ വെച്ച് ബിഷപ്പ് ഹിപ്പോളിറ്റസ് കുന്നുകളിൽ നിന്നും മുഖ്യ കാർമ്മികത്വത്തിൽ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചു. എൻ്റെ അഭയസ്ഥിതിയും വിമോചനമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയും സ്വീകാര്യമായിരിക്കട്ടെ. സങ്കീർത്തനം 19:14. സങ്കീർത്തനന്റെ വാക്കുകൾ പോലെ അഭയസ്ഥിതിയും വിമോചനമായ കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദൈവജനത്തെ സ്വർഗീയ പാതയിലേക്ക് ഈ വർഷങ്ങളിൽ അച്ഛൻ നയിക്കുകയായിരുന്നു. പൗരോഹിത്യത്തിന്റെ ആദ്യ നാളുകളിൽ രൂപതയിലെ പ്രേംനഗർ, ഖലീദ്, ഭാരമുള്ള ബിൽവ, നൽഗോട്ട, മടാൽ എന്നീ സ്ഥലങ്ങളിൽ വികാരിയായും അസിസ്റ്റന്റ് വികാരിയായും ചാപ്ലിനായും അച്ഛൻ ശുശ്രൂഷ നിർവഹിച്ചു. 2001 സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ വൈസ് പ്രിൻസിപ്പൽ, രൂപത എഡ്യൂക്കേഷണൽ സൊസൈറ്റി മെമ്പറായും 2009 രൂപത ഗവേണിംഗ് ബോഡി മെമ്പർ, കോളേജ് ഓഫ് കൺസൾട്ടേറ്റ്സ് ഓഫ് ജമുവയിൽ മെമ്പർ, ഭാരമുള്ളയും സോഷ്യൽ വർക്ക് ഇൻചാർജ് എന്നീ തസ്തികകളും. തുടർന്ന് ഭാരമുള്ള സെന്റ് ജോസഫ് ഹൈസ്കൂൾ വൈസ് പ്രിൻസിപ്പൽ, നിർമ്മല ഹൈസ്കൂൾ മാനേജർ, വിലാവർ സെക്രട്ടറി ഹാർട്ട് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ, നർഗോട്ട സെന്റ് ജോസഫ് ഹൈസ്കൂൾ, അക്കന്നൂർ സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് പോൾസ് കോൺവെന്റ് സ്കൂൾ എന്നിവിടങ്ങളിൽ മാനേജറായും സേവനം ചെയ്തു. 2015 രൂപത ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ, ഡയറക്ടർ ഓഫ് കാറ്റഗിസ്റ്റ് സോഷ്യൽ സർവീസ് സൊസൈറ്റി മെമ്പറായും തൻ്റെ കർമ്മനിരതമായ പ്രവർത്തനം കാഴ്ചവെച്ച് സന്തോഷിച്ച് ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ, മടാൽ സെന്റ് ജോൺസ് ചർച്ച് വികാരിയായും അറിവിന്റെ നിറവിലേക്ക് അനേകം കുട്ടികളെ നയിക്കുകയും മൂല്യങ്ങളിൽ അടിയുറച്ച വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത് സംസ്കാര സമ്പന്നമായ സമൂഹം നിർമ്മിക്കാൻ യത്നിക്കുകയും ചെയ്യുന്നു.